ക്ലാസ് എടുക്കുന്ന സമയത്ത് ടീച്ചർ പറയുന്നതെല്ലാം അതേപോലെ നോട്ടിലേക്ക് എഴുതുന്ന സ്റ്റുഡൻസ് ഉണ്ട്. അതേപോലെ ടെക്സ്റ്റ് ബുക്ക് ഫോട്ടോസ്റ്റാറ്റ് എടുത്ത പോലെ ആയിരിക്കും ചിലരുടെ നോട്ട്സ് കണ്ടാൽ. ബട്ട് ഇതൊന്നും അത്ര എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു നോട്ട് ടേക്കിംഗ് മെത്തേഡ് അല്ല. ഇങ്ങനെ നോട്ട്സ് എടുത്ത് കഴിഞ്ഞാൽ എക്സാമിന് പഠിക്കുന്ന സമയത്തൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. സോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള നോട്ട് ടേക്കിംഗ് മെത്തേഡാണ് പറഞ്ഞുതരാനായിട്ട് പോകുന്നത്. കോർണൽ നോട്ട് ടേക്കിംഗ് മെത്തേഡ് ലോകത്തിലുടനീളമുള്ള ഹൈ പെർഫോമിംഗ് സ്റ്റുഡൻസ് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണിത്. ബിക്കോസ് ഇത് നിങ്ങൾക്ക് കാര്യങ്ങൾ ശരിക്കും മനസ്സിലാക്കാനും റിവൈസ് ചെയ്യാനും ഓർത്തിരിക്കാനും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. സോ ഇതെങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം. വാട്ട്സ് ഗുഡ് എവറിബഡി, വെൽക്കം ടു മോട്ടീവ് ക്യാമ്പസ്. സോ ഹൗ ടു യൂസ് കോർണൽ നോട്ട് ടേക്കിംഗ് മെത്തേഡ്. ഫസ്റ്റ് നമ്മൾ പേജിനെ 3 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യണം. റൈറ്റ് സൈഡിലുള്ള സെക്ഷനാണ് നോട്ട് സെക്ഷൻ. ഇതാണ് ഏറ്റവും വലിയ സെക്ഷൻ. ഇവിടെയാണ് ക്ലാസ് എടുക്കുന്ന സമയത്ത് ടീച്ചർ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ടോപ്പിക്സിൻ്റെ ഒക്കെ മെയിൻ പോയിന്റ്സ് എഴുതി വെക്കേണ്ടത്. നിങ്ങൾ സാധാ നോട്ട്സ് എടുക്കുന്ന പോലെ ലെഫ്റ്റ് സൈഡിലുള്ള കോളമാണ് ക്യൂ കോളം. ഇവിടെയാണ് നിങ്ങൾ ആ നോട്ട്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കീവേഡ്സ്, ക്വസ്റ്റ്യൻസ് ഇതൊക്കെ എഴുതേണ്ടത്. ആൻഡ് ദെൻ താഴെ ഒരു സെക്ഷൻ ഉണ്ട്. ഇതാണ് സമ്മറി സെക്ഷൻ. ഇവിടെ നിങ്ങൾ ആ പേജിൽ പഠിച്ച കാര്യങ്ങളുടെ സമ്മറി ഒന്ന് എഴുതി വെക്കാം. ദാറ്റ്സ് ഇറ്റ്. 3 സെക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ ക്ലാസ്സിൽ ഫോട്ടോസിന്തസിസ് പഠിപ്പിക്കുകയാണ് എന്ന് വിചാരിക്കാം. ടീച്ചർ ഇത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ടീച്ചർ പറയുന്നതെല്ലാം അതേപോലെ നോട്ടിൽ എഴുതാൻ ശ്രമിക്കരുത്. ആദ്യം ടീച്ചർ എന്താണ് പറയുന്നത് എന്ന് ശരിക്കും മനസ്സിലാക്കാം. എന്നിട്ട് അതിലെ കീ പോയിന്റ്സ്, ഡെഫിനിഷൻസ്, ഇക്വേഷൻസ് ഇതൊക്കെയാണ് നിങ്ങൾ നോട്ട്സ് സെക്ഷനിൽ എഴുതേണ്ടത്. എന്താണ് ഫോട്ടോസിന്തസിസ്, അതിൻ്റെ പ്രോസസ്സ് എന്താണ് എന്നൊക്കെ ഈ ഒരു സെക്ഷനിൽ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കാം. സോ ഇങ്ങനെ കീ പോയിന്റ്സ് ആയിട്ട് എഴുതണമെങ്കിൽ ഫസ്റ്റ് നിങ്ങൾക്ക് കൺസെപ്റ്റ് ശരിക്കും മനസ്സിലാവണം, റൈറ്റ്? സോ അപ്പോൾ തന്നെ നോട്ട്സ് ഒന്ന് ഓർഗനൈസ്ഡ് ആവും. ഇനി ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഫ്രീ ടൈം കിട്ടുമ്പോഴോ അല്ലെങ്കിൽ വീട്ടിലെത്തി അത് പഠിക്കാനിരിക്കുന്ന സമയത്ത് അതിലെ കീവേഡ്സ്, പ്രധാനപ്പെട്ട ടേംസ്, അതേപോലെ അതൊന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാവാം ഇതൊക്കെ നിങ്ങൾ ഈ ക്യൂ കോളത്തിൽ എഴുതി വെക്കാം. ലെഫ്റ്റ് സൈഡിലെ കോളത്തിൽ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ അവിടെ എഴുതണ്ട, ബിക്കോസ് അത് ഓൾറെഡി നോട്ട്സ് സെക്ഷനിലുണ്ട്. ഇവിടെ നിങ്ങൾ ക്വസ്റ്റ്യൻസും കീവേഡ്സും മാത്രം എഴുതിയാൽ മതി. ഇങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ ക്ലാസ്സിൽ പഠിപ്പിച്ചതൊക്കെ നിങ്ങൾ വീണ്ടും ഓർത്തെടുക്കാനായിട്ട് ശ്രമിക്കും. ഇതിനാണ് ആക്റ്റീവ് റീകോൾ എന്ന് പറയുന്നത്. ആൻഡ് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ദെൻ നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് മറക്കില്ല. സോ ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ്. ആൻഡ് ദെൻ ഇതൊക്കെ കഴിഞ്ഞിട്ട് ആ പേജിൽ നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊക്കെ പേജിന് ഏറ്റവും താഴെയുള്ള സമ്മറി സെക്ഷനിൽ എഴുതി വയ്ക്കുക. മാക്സിമം ചുരുക്കി എഴുതുക കേട്ടോ. അതായത് നിങ്ങൾ വളരെ സിമ്പിളായിട്ട് ആ ഒരു ടോപ്പിക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്ന പോലെ ഒരു 2 to 3 ലൈൻസ് മതി. അപ്പോൾ നിങ്ങൾക്ക് ആ പഠിച്ച ഐഡിയാസൊക്കെ ഒന്നുകൂടി പ്രയോറിറ്റൈസ് ചെയ്യാനും കണക്ട് ചെയ്യാനും ഒക്കെ പറ്റും. അങ്ങനെ ആ പേജ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴേക്കും നിങ്ങൾ ആ ടോപ്പിക്സ് ഒക്കെ സെറ്റായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഇനി എക്സാമിനൊക്കെ പഠിക്കുമ്പോൾ റിവൈസ് ചെയ്യുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് വളരെ ഈസി ആയിരിക്കും. ഫാസ്റ്റായിട്ടും എഫിഷ്യൻ്റ് ആയിട്ടും നിങ്ങളുടെ ഈ നോട്ട്സ് വെച്ച് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് പറ്റും. കാരണം അതിൽ നിങ്ങൾക്ക് വേണ്ട എല്ലാതും ഉണ്ട്. മെയിൻ പോയിന്റ്സ് ഉണ്ട്, കീവേഡ്സ് ഉണ്ട്, ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്, പെട്ടെന്ന് വായിച്ചു വിടാൻ സമ്മറി സെക്ഷൻ ഉണ്ട്. എവറിത്തിങ് ഈസ് ദർ. സോ ദിസ് ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് നോട്ട് ടേക്കിംഗ് മെത്തേഡ്. ഇങ്ങനെ നിങ്ങളൊന്ന് നോട്ട്സ് എടുത്ത് നോക്കൂ. യു വിൽ സീ ദ ഡിഫറൻസ്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് follow for more. Have a great day.